രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജിയുമായി കേരളം. നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി വൈകുന്നതിന് എതിരെയാണ് സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചത്. ഗവർണറെയും എതിർകക്ഷിയാക്കിക്കൊണ്ടാണ് ഹർജി. ബില്ലിൽ തീരുമാനം വൈകിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിയിൽ പറയുന്നു. തീരുമാനം വൈകുന്ന ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചതുപോലും ഭരണഘടനാ വിരുദ്ധമെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. ഭരണഘടനാ വിരുദ്ധമായ സമീപനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് സുപ്രീം കോടതി പരിശോധിക്കേണ്ട ഗൗരവമായ ഒരു ഭരണഘടനാ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഭരണഘടനാനുസൃതമാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഈ കേസിലൂടെ കേരളം ശ്രമിക്കുന്നത്. നേരെ രാഷ്ട്രപതിക്ക് അയച്ചു, രാഷ്ട്രപതി അസന്റ് ഇല്ല എന്ന് പറയുന്നു. ചിലതാണെങ്കിൽ അസന്റ് കൊടുത്ത് തന്നെ മാറ്റിയിട്ടാണ് അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഗൗരവമായി തന്നെ കോടതി പരിശോധിക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, അസാധാരണമായൊരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന പശ്ചാത്തലം, സർവകലാശാല ബില്ലിലടക്കം ഇപ്പോഴും തീരുമാനമാകാതെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു പടി കൂടി കടന്നുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നിയമവിദഗ്ധർ എങ്ങനെയാണ് ഈ ഹർജിയെ നോക്കിക്കാണുന്നത് ബൽറാം? റീത്ത് സൂചിപ്പിച്ച പോലെ തന്നെ തീർത്തും അസാധാരണമായ ഒരു നീക്കമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സാധാരണ നിലയിൽ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരാറുള്ള വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് രാജ്യത്തെ ഒന്നാം പൗരൻ രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതി ഭവന് എതിരെയാണ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കേരളം സമർപ്പിച്ചിരിക്കുന്നത്. കേരളം വലിയ ഭരണഘടനാ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഭരണഘടനാ അനുച്ഛേദം 14, 200, 201 എന്നിവയുടെ ലംഘനം സംസ്ഥാനത്ത് ഉണ്ടാകുന്നു. ഗവർണർ ഇത്തരത്തിൽ ഈ സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഇത്തരത്തിൽ തടഞ്ഞു വയ്ക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയച്ച് മാസങ്ങളോളമായി അതിൽ തീരുമാനമെടുക്കാതെ നീളുന്നതിലൂടെയാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നും അതിന് പരിഹാരം തേടിയാണ് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഗവർണർ 7 ബില്ലുകളിലാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ വൈകിപ്പിക്കുകയും രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്തത്. അതിൽ 4 ബില്ലുകളിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്തു നിന്നും നീക്കുന്നത് അടക്കമുള്ള ബില്ലുകളിലാണ് ഇത്തരത്തിൽ ഇപ്പോഴും തീരുമാനമാകാതെ നിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഗവർണറുടെ ഈ നടപടി റദ്ദാക്കണം എന്നത് അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഗവർണർക്കെതിരായി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ പരാമർശങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് കേരളം ഇത്തരത്തിലൊരു അസാധാരണ നീക്കം നടത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പായി നിയമവിദഗ്ധരുടെ അടക്കം അഭിപ്രായം തേടിയ ശേഷം അവരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.